അച്ചുവിന്റെ കണ്ണുകൾ പാച്ചുവിനോടും എബിയോടും അഞ്ജുവിനോടും സംസാരിക്കുന്ന ജെനിയിലായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയായിരുന്നു അവളുടെ വേഷം. പൊട്ട് തൊട്ടിട്ടില്ല, ലൈറ്റായി കണ്ണെഴുതിയിട്ടുണ്ട്. കഴുത്ത് ഫ്രീ ആയി ഇട്ടിരിക്കുന്നു. ഒരു കൈയിൽ മാത്രം വള, മറു കൈ ഫ്രീ ആണ്. കാതിലൊരു വലിയ കമ്മല്. മറ്റു ചമയങ്ങളൊന്നുമില്ലാതെ തന്നെ അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു. അവളുടെ തിളങ്ങുന്ന വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കെ അച്ചുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പാച്ചുവിനോടെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും ജെനിയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ അച്ചുവിന്റെ മേൽ പാറി വീണുകൊണ്ടിരുന്നു. പീച്ച് കളർ ഷർട്ടാണ് അവന്റെ വേഷം. അതേ കരയുള്ള മുണ്ട്, ചീക്കി ഒതുക്കിയ മുടിയും വെട്ടി ഒതുക്കിയ താടി അവന്റെ മുഖത്തിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ജെനി നാറു പുഞ്ചിരിയോടെ അവനെ നോക്കിയ അതേ സമയം തന്നെ അച്ചു അവളെ നോക്കി. കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ജെനി പെട്ടെന്ന് നോട്ടം മാറ്റി അമ്പലത്തിലേക്ക് കയറി. അവളുടെ പിറകെ തന്നെ അച്ചുവും വെച്ചുപിടിച്ചു. ഭഗവാന് മുന്നേ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ മനുവും ജാനി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. മരണം വരെ ഈ ബന്ധം നിലനിൽക്കാൻ രണ്ടുപേരും മനമുരുകി പ്രാർത്ഥിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്പലനടയിൽ നിൽക്കുമ്പോൾ ജെനിയുടെ കൈകാലുകൾ വിറച്ചു. നിറ കണ്ണുകളോടെ അവൾ ഈശോനെ കണ്ണറെ കണ്ടു. ശേഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവളുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അച്ചുവും. പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ട് എന്തോ ജെനിയുടെ ഹൃദയമിടിപ്പുയർന്നു. ജെനി പെട്ടെന്ന് കണ്ണുകൾ തുറന്നപ്പോൾ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനെ കണ്ടത് അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും ആ ഞെട്ട് പതിയെ പുഞ്ചിരിയിലേക്ക് വഴിമാറി. അവനെ ഒന്ന് നോക്കി അവൾ അവിടെ നിന്നും പോയി. മുഹൂർത്തം ആയപ്പോൾ ഭഗവാന്റെ മുന്നിൽ വെച്ച് മനു അവന്റെ പേരുകൊത്തി ആലില തള്ളി ജാനിയുടെ കഴുത്തിൽ അണിയിച്ചു. ജാനി കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. സീമന്തരേഖയിൽ സിന്ദൂര ചുവപ്പ് പടരുമ്പോൾ ജാനിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു വന്നു. കണ്ണു തുറന്ന് അവളെ തന്നെ നോക്കുന്ന മനുവിനെ നോക്കിക്കൊണ്ട് അവൻ തുളസിമാല ചാർത്തി. അവനോ അവൾക്ക് തുളസിമാല ചാർത്തി. വിറയ്ക്കുന്ന കൈകളോടെ മഹി ജാനിയുടെ കൈകൾ മനുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. കൈവിടില്ല ഒരിക്കലും, മനസ്സിൽ പറഞ്ഞുകൊണ്ട് മനു മഹിയെ നോക്കി കണ്ണു ചിമ്മി. അത് മതിയായിരുന്നു മഹിയുടെ മനസ്സ് നിറയെ. വിതുമ്പിക്കൊണ്ട് ജാനി മഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് നെറുകയെ ചുംബിച്ചുകൊണ്ട് മഹി അവളെ ആശ്വസിപ്പിച്ചു. നിറ പുഞ്ചിരിയോടെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്ന ജെനിയെ അച്ചു ഇമ വെട്ടാതെ നോക്കി നിന്നു. അമ്പലത്തിൽ നിന്ന് നേരെ പോയത് മണ്ഡപത്തിലേക്കാണ്. കല്യാണത്തിന് ക്ഷണിച്ച ആളുകളെല്ലാം മണ്ഡപത്തിലെത്തിയിരുന്നു. കൈകൾ കോർത്ത് പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറിയ ജാനിയെ മനുവിനെ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് അവർ സ്വീകരിച്ചു. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറി. നാട്ടുകാരെയും വീട്ടുകാരെയും സാക്ഷിയാക്കി ഒരിക്കൽ കൂടി പരസ്പരം പൂമാല ചാർത്തി. പിന്നീട് ഫോട്ടോ എടുപ്പിന്റെ മേളമായിരുന്നു. ആരെല്ലാമോ കയറി ഫോട്ടോ എടുത്തു. കണ്ടുനിന്ന ജെനിക്ക് പോലും മടുത്തെങ്കിൽ അവിടെ നിൽക്കുന്ന ജാനിക്കും മനുവിനെ എത്ര മടുത്തിട്ടുണ്ടാകും. ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവിടെയും വന്നു. ആര്? അവര് തന്നെ, ക്യാമറാമാനും പിന്നെ സ്ഥിരം പല്ലവി. ജാൻവി അഭിമന്യുവിന് കൊടുക്കും, അഭിമന്യു ജാൻവിക്ക് കൊടുക്കും എന്നൊക്കെ. മേനോനെ നോക്കി പല്ലുറുമയാണെങ്കിലും അവരത് ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരെയും കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി. മനുവിനിപ്പോ ഒളിച്ചോടിയാ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ ജാനിയെ പുടവമാറ്റം കൊണ്ടുപോയി. മനുവും പോയി. ജാനിയുടെ പിറകെ അല്ല കേട്ടോ. ജാനിയെ ഒരു സെറ്റ് സാരി ഉടുപ്പിച്ചു കൊണ്ടുവന്നു. ചന്ദന കളർ കുർത്തയും അതേ കര മുണ്ടു കൊടുത്ത് മനുവും വന്നു. പിന്നെയും ഫോട്ടോ എടുപ്പ് തുടർന്നു. അവരെ രണ്ടുപേരെയും മാത്രം പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെ മാത്രം ഫോട്ടോ എടുത്തു. ആദ്യം കുറച്ച് മടുത്തെങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം മനു അവളെ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. ജാനി കണ്ണുരുട്ടി പേടിപ്പിച്ചാലും ചെക്കന് നോ മൈൻഡ്. ഇറങ്ങാൻ സമയമായി എന്ന് ആരോ പറഞ്ഞപ്പോൾ ജാനിയുടെ പുഞ്ചിരി പതിയെ മാഞ്ഞു. അത് മനസ്സിലായ മനു അവളെ ചേർത്ത് പിടിച്ചു. മഹിയുടെ നെഞ്ചിലേക്ക് വീണ് അവൾ കരയുമ്പോൾ നിറ കണ്ണുകൾ ഒപ്പി വസു അവളുടെ നെറുകയെ തലോടി. മഹിയിൽ നിന്ന് അടർന്നു മാറി വസുവിന്റെ മാറിലേക്ക് ചാഞ്ഞ് അവൾ കണ്ണുനീർ വാർത്തു. അയ്യേ, കരയുവാണോ? ഞങ്ങൾ കുറച്ചു കഴിയുമ്പോ അങ്ങ് വരില്ലേ? അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വസു പറഞ്ഞു. കണ്ണുനീരിനിടയിൽ ജാനി പുഞ്ചിരിച്ചു. ജാനിയുടെ കണ്ണുകൾ ജെനിയെ തേടി. ജെനി എവിടെ അമ്മ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ജാനി ചോദിച്ചു. അപ്പോഴാണ് എല്ലാവരും അവളെ നോക്കാൻ തുടങ്ങിയത്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? വസു ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ചുവിന്റെ കണ്ണുകൾ നാലു ഭാഗവും നോക്കി. അഞ്ജുവിന്റെ തോളിൽ തലവെച്ച് അവിടെയുള്ള കസേരയിലിരിക്കുന്ന ജെനി തങ്ങി നിന്നു. അതാ ജെനി. അച്ചു പറഞ്ഞപ്പോ എല്ലാവരും അവൻ കാണിച്ച ദിശയിലേക്ക് നോക്കി. ജാനിയും മനു അവളുടെ അടുത്തേക്ക് നടന്നു. അവരുടെ പുറകെ ബാക്കിയുള്ളവരും. ജെനി. അവളുടെ അടുത്ത് ചെന്ന് ജാനി അവളെ വിളിച്ചു. ചേച്ചിയമ്മേ. അവളെ കണ്ട ഉടനെ ജെനി എണീറ്റ് കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ജാനിയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദേ നോക്കിയേ, ലേഡി റൗഡി കരയുന്നു. അവളെ കളിയാക്കിക്കൊണ്ട് മനു പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. ജെനിയുടെ ചുണ്ടിൽ ഒരു ഇളം പുഞ്ചിരി വിരിഞ്ഞു. ലവ് യു. ജാനിയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ലവ് യു ടു. തിരിച്ചും അവൾക്കൊരു ചുംബനം നൽകിക്കൊണ്ട് ജാനിയും പറഞ്ഞു. ഏട്ടാ നോക്കിക്കോണേ.
എന്റെ ചേച്ചിയമ്മ പാവമാണ്. ജാനിയുടെ കൈകൾ മനുവിന്റെ കൈകളിൽ വെച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. അച്ചുവിന് അവളോട് ഒരുപാട് വാത്സല്യം തോന്നി. മനു ജെനിയെ ചേർത്ത് പിടിച്ച് നെറുകെ തലോടി. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ജാനിയും മനു വണ്ടിയെ കയറി. വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴും ജാനിയും അച്ചുവും മനുവും കണ്ടിരുന്നു അമ്മയുടെ മാറിക്കിടന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ കണ്ണുകൾ തുടയ്ക്കുന്ന ജെനിയെ. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തിച്ചേർന്നു. വീടിന്റെ മൂത്ത മകളെ നിലവിളക്ക് കൊടുത്ത് സീത അകത്തേക്ക് കയറ്റി. പൂജാമുറിയെ വിളക്ക് വെച്ച് മനുവും ജാനിയും പ്രാർത്ഥിച്ചു. ശേഷം രണ്ടുപേരെ ഹാളിലെ സെറ്റിയിലെത്തി പാലും പഴവും കൊടുത്തു തുടങ്ങി. മധുരം കൊടുക്കെ കഴിഞ്ഞപ്പോഴേക്കും ജാനിയെ കാണാനും പരിചയപ്പെടാനും അയൽവാസികളൊക്കെ വന്നപ്പോൾ ജാനി അവരുടെ ഇടയിൽപ്പെട്ടു. മനുവിനെ എന്നും കാണുന്നതുകൊണ്ട് അവനെ കാണണ്ട എന്ന് പറഞ്ഞ് നിഷ്കരണം തള്ളിപ്പറഞ്ഞു. അവരുടെ ഇടയിലിരുന്ന് ജാനിക്ക് വീർപ്പ് മുട്ടി തുടങ്ങി. മനു, മോളെയും കൂട്ടി റൂമിലേക്ക് പൊയ്ക്കോ. ജാനിയുടെ അവസ്ഥ മനസ്സിലാക്കിയ സീത മനുവിനോട് പറഞ്ഞു. കേൾക്കേണ്ട താമസം മനു അവളെയും വലിച്ചുകൊണ്ട് പോയി. അതങ്ങനെ ഒരു സാധനം. ഒട്ടും കുറയ്ക്കേണ്ട എന്ന് കരുതി ജാനി വലതുകാലം വെച്ച് തന്നെ മുറിയിലേക്ക് കയറി. ജാനി മുറി മുഴുവൻ കണ്ണോടിച്ചു. വീട്ടിലെ അവളുടെ മുറി പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള മുറിയാണ്. ഒരു ബാൽക്കണി ഉണ്ടെന്നല്ലാതെ അവളുടെ മുറിയുമായി വലിയ വ്യത്യാസമില്ലെന്ന് അവൾക്ക് തോന്നി. മുറി മുഴുവൻ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ വയറിലൂടെ ഒരു കൈ അവളെ ചുറ്റിപ്പിടിച്ചു. അതാരാണെന്ന് മനസ്സിലായ അവൾ തിരിഞ്ഞു നിന്ന് അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. അവളെ ഇരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച അവനും. ജാനി, മനു പതിയെ അവളെ വിളിച്ചു. അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് അവൾ മൂളി. ഇങ്ങനെ നിന്നാ മതിയോ? ഫ്രഷ് ആവണ്ടേ? അവൻ അവളോട് ചോദിച്ചു. അത് കേട്ട് അവൾ ഒരു ചിരിയോടെ അവനിൽ നിന്നും അകന്നു മാറി. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഗോൾഡ് അഴിക്കാൻ തുടങ്ങി. ആഭരണങ്ങൾ അഴിക്കാൻ അവനും അവളെ സഹായിച്ചു. ജാനി ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ വാഷ്റൂമിലേക്ക് കയറിയപ്പോ മനു അവനുള്ള ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടി അച്ചുവിന്റെ മുറിയിലേക്ക് പോയി. ഓ, കാമുകൻ കാമുകിയുടെ ഫോട്ടോയിൽ നോക്കി കിടക്കുവാണോ? ജെനിയുടെ ഫോട്ടോ നോക്കി കിടക്കുന്ന അച്ചുവിനോട് മനു ചോദിച്ചു. മറുപടിയായി അച്ചു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നീ ഇങ്ങനെ ചിരിച്ചിരുന്നു, അവളോട് പറയുന്നില്ലേ? അവന്റെ അടുത്തിരുന്ന് മനു ചോദിച്ചു. അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. കള്ളച്ചിരിയോടെ കണ്ണിറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോ മനു പകച്ചുകൊണ്ട് അവനെ നോക്കി. ഇന്നലെയോ? എപ്പോ? കണ്ണു മേഴിച്ചുകൊണ്ട് മനു ചോദിച്ചപ്പോ അച്ചു ചിരിച്ചു. ചിരിക്കാതെ പറയടാ, മനു ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അച്ചു അവനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിന്നെ അവൾ കണ്ടില്ലേ? ഇല്ല, അവള് കണ്ണു തുറന്നതേയില്ല. കണ്ണു തുറന്നപ്പോഴേക്കും ഞാൻ മാറി നിന്നില്ലേ? എളിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. എന്റെ മോനെ, നീയാണെന്നറിഞ്ഞ അവള് നിന്നെ ഭിത്തിയിൽ തേക്കും. അങ്ങനെ ഒന്നും തേക്കില്ല മോനെ ഏട്ടാ. നോക്കിക്കോ, വൈകാതെ ജനനി മഹേന്ദ്രൻ ജനനി അംഗത്തായിട്ട് ഈ വീട്ടിലേക്ക് വരും. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? അവൻ പറയുന്നത് കേട്ടപ്പോ സംശയത്തോടെ മനു അവനോട് ചോദിച്ചു. ഡാം ഷുവർ, ഷീസ് മൈ ആൻഡ് ഷീ കാൻ ലീവ് വിത്തൗട്ട് മീ. ഏട്ട നോക്കിക്കോ. ചിരിയോടെ മനുവിനോട് പറഞ്ഞുകൊണ്ട് അച്ഛൻ മുറിയിൽ നിന്നും പോയി. ദൈവമേ, തീപ്പട്ടിയും വെടിമരുന്നുമാണ്. ആളിക്കത്താതെ നോക്കണേ. അച്ചു പോകുന്നത് നോക്കി മനു പറഞ്ഞു. ആഹാ, മോള് ഫ്രഷ് ആയോ? താഴേക്ക് ചെന്ന് ജാനയുടെ കവളി തലോടിക്കൊണ്ട് സീത ചോദിച്ചു. ആ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഒന്ന് കുളിച്ചപ്പോ ശരിയായി. ചിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ഇനിയുള്ള റിസപ്ഷന് ഒരുക്കാനുള്ള ആള് 4 മണിയാവുമ്പോ വരും. മോൾക്ക് കുടിക്കാൻ വല്ലതും വേണോ? സീത ജാനിയോട് ചോദിച്ചു. വേണ്ടമ്മേ. അച്ഛ എവിടെ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛനും അച്ഛനും കൂടി ഓഡിറ്റോറിയം വരെ ഒന്ന് പോയി. ആ. അവര് രണ്ടുപേരും വീണ്ടും സംസാരിച്ചിരിക്കുമ്പോ മനു അവരുടെ അടുത്തേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛനും ചന്ദ്രനും വന്നു. 4 പേരും ഒരുമിച്ചിരുന്ന് വീണ്ടും സംസാരിച്ചു. റിസപ്ഷൻ 6 മണിക്ക് ആയതുകൊണ്ട് ബന്ധുക്കളെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പോയിരുന്നു. 4 മണിയായപ്പോൾ ജാനിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നു. അപ്പോഴേക്കും വിധുവും കൃതിയും ദീപവും ദിവി എല്ലാം വന്നിരുന്നു. ബ്യൂട്ടീഷ്യന്റെ കൂടെ സഹായത്തിന് വേണ്ടി കൃതിയും വിധുവും ദിവ്യയും ചേർന്നു. ദീപു അച്ചു മനുവിന്റെ കൂടെയും. റെഡ് ഗൗണിൽ ജാനി തിളങ്ങി. വെള്ളക്കല്ല് പതിപ്പിച്ച ഡയമണ്ട് നെക്ലേസ് മാത്രമായിരുന്നു കഴുത്തിൽ, കൂടെ താലി. മറ്റു ആഭരണങ്ങളൊന്നുമില്ല. 2 കൈയിലും ഓരോ വള. മുടിയെല്ലാം വട്ടത്തിൽ തന്നെ കെട്ടിവെച്ചിരുന്നു. ലൈറ്റായി മാത്രം മേക്കപ്പ് ചെയ്തു. ഒരുങ്ങി ഇറങ്ങിയ ജാനിയെ കണ്ട് മനുവിന്റെ കണ്ണുകൾ വിടർന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്യൂട്ടിൽ അവന് സുന്ദരനായിരുന്നു. ഒന്ന് പയ്യെ നോക്കേണ്ട ഏട്ടാ. മനുവിന്റെ നോട്ടം കണ്ട് അച്ചുവനെ കളിയാക്കി. നിനക്ക് ഞാൻ തരാട്ടോ, ജെനിയൊന്ന് കണ്ടോട്ടെ. അച്ചുവിനെ നോക്കി ഇളിച്ചുകൊണ്ട് മനു മറുപടിയും പറഞ്ഞു. ജാനിയും മനു പരസ്പരം നോക്കി പുഞ്ചിരി സമ്മാനിച്ചു. അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഒരുപാട് ഫോട്ടോ എടുത്തു. അവന്റെ വലത് കൈകൾക്കിടയിലൂടെ അവളുടെ ഇടത് കൈ കോർത്തു പിടിച്ചുകൊണ്ട് 2 പേരും ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങി. റെഡ് റോസ് ബൊക്കയും പിടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് കയറി അവരെ കണ്ട് എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നു. അത്രയ്ക്ക് ചേർച്ചയായിരുന്നു 2 പേരും. എല്ലാവരെയും നോക്കി മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവർക്കായി ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിലേക്ക് അവർ കയറിയിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ഓഡിറ്റോറിയം മുഴുവനും പാട്ട് അലയടിച്ചുകൊണ്ടിരുന്നു.
ഹോസ്പിറ്റലിലുള്ളവരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം വന്നു തുടങ്ങിയിരുന്നു. അച്ചുവും ദീപവും കൃതിയും വിധുവും സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കുമ്പോഴാണ് ജാനിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നത്. അവരെ കണ്ട് ജാനിയുടെ മുഖം വിടർന്നു. എടി, നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ചു നേരല്ലേ ആയുള്ളൂ. നിന്റെ മുഖം കണ്ട ഒരാഴ്ചയ്ക്ക് ശേഷം കാണുന്ന പോലെ ഉണ്ടല്ലോ. മനു ജാനിയെ കളിയാക്കിയപ്പോ അവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടി. അത് കണ്ട് അച്ചുവും കൃതിയും ദീപവും ചിരിച്ചു. മോനെ അങ്കത്തെ, ദേ നിന്റെ ജെനി. ദീപു അച്ചുവിന് ജെനിയെ കാണിച്ചു കൊടുത്തു. അവൻ സന്തോഷത്തോടെ അവളെ നോക്കി. വാസുവിന്റെ കൈ ചുറ്റിപ്പിടിച്ചാണ് ആളുടെ വരവ്. സാരിയാണ് അവളുടെ വേഷം. സ്കൈ ബ്ലൂ സാരി, അതിന് സിൽവർ കളർ ബോർഡർ. അതിലേക്ക് അതേ കളർ സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് അവൾ ഇട്ടിരിക്കുന്നത്. മുടിയെല്ലാം ക്രാബിട്ടിരിക്കുന്നു. എന്നിരുന്നാലും മുന്നിലേക്ക് മുടി തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതവളുടെ മുഖത്തിന് നന്നായി ചേരുന്നുണ്ട്. വലിയ കമ്മൽ മാത്രം, ഒരു കയ്യിൽ വാച്ചും. തികച്ച സിമ്പിളായി ഒരുങ്ങി വരുന്ന അവളെ അച്ഛൻ ഇമ്മ വെട്ടാതെ നോക്കി നിന്നു. സത്യം പറയടാ, നിങ്ങൾ പറഞ്ഞിട്ടതല്ലേ? ദീപു പല്ല് കടിച്ച് അവനോട് ചോദിച്ചു. എന്ത്? അച്ഛൻ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. നീ നിന്നെ ഒന്ന് നോക്ക്, എന്നിട്ട് അവളെ. ദീപു പറഞ്ഞപ്പോഴാണ് അവൻ അവനെ ശ്രദ്ധിച്ചത്. അവന് നീല ഷർട്ടാണ്, ഫുൾ സ്ലീവ്. ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കറുപ്പ് പാന്റും ഷൂവും. അച്ഛൻ ദീപുവിനെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു. മനപ്പൊരുത്തം, അച്ചു പറഞ്ഞു. ഉവ്. ദീപു കൂടുതലൊന്നും പറയാൻ പോയില്ല. ഐ മിസ് യു. സ്റ്റേജിലേക്ക് ചെന്ന് ജാനിയെ കെട്ടിപ്പിടിച്ച് ജെനി പറഞ്ഞു. മീറ്റു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാനിയും പറഞ്ഞു. പിന്നെ ഒന്ന് പോയടി, കുറച്ചു മുമ്പല്ലേ കണ്ടത്. എന്ത് പ്രഹസനമാണ് ജെനി. അവരെ രണ്ടുപേരെ നോക്കി മനു പറഞ്ഞു. അളിയാ. ജെനി പല്ലെറിമി അവനെ വിളിച്ചു. മനു പല്ല് മുഴുവൻ പുറത്തു കാണിച്ചു. എടാ അച്ചു, ഒരു സംശയം ചോദിക്കട്ടെ? ജെനിയെ തന്നെ നോക്കി നിൽക്കുന്ന അച്ചുവിനോട് ദീപു ചോദിച്ചു. ആ, ചോദിക്കേ. ജെനിയിൽ നിന്ന് നോട്ടം മാറ്റി ദീപുവിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ ഒന്ന് നോക്കി. സ്വന്തം അല്ലെങ്കിൽ പോലും മനുവേട്ടന്റെ കല്യാണമാണെന്ന് പറഞ്ഞ് നമ്മുടെ കൃതിയും വിധുവും ദിവ്യമോളും ഒക്കെ ഒരുങ്ങിയത് കണ്ടില്ലേ? എന്നിട്ട് സ്വന്തം ചേച്ചിയുടെ കല്യാണമായിട്ട് എന്താണ് നിന്റെ ജെനി ഇത്ര സിമ്പിൾ ആയത്? ദീപു അവന്റെ സംശയം ചോദിച്ചു. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. സാധാരണ എല്ലാവരും ഒരുങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തയാണെന്ന് തോന്നും. സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആളാവാം, പക്ഷെ എത്ര സിമ്പിൾ ആണെങ്കിലും ഭംഗി അവളാണ്. മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന അവളുടെ ചേച്ചിയെക്കാളും നീ ഒന്ന് നോക്കി. നീ അടക്കമുള്ള സകല പൂവൻകോഴികൾ അവളെയാണ് നോക്കുന്നത്. ചിരിച്ചുകൊണ്ട് ദീപു പറഞ്ഞപ്പോ അച്ഛ ചുറ്റും കണ്ണോടിച്ചു നോക്കി. സത്യമാണ്, വന്നിരിക്കുന്ന ആളുകളെല്ലാം അവളെയാണ് നോക്കുന്നത്. കുശുമ്പോ അസൂയ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കുന്ന പെൺകുട്ടികളെ കണ്ടപ്പോ അവന് ചിരി വന്നു. ആരാധനയോടെ പ്രണയത്തോടെ അവളെ നോക്കുന്ന ചെക്കന്മാരെ കണ്ടപ്പോ ആ ചിരി പതിയെ മാഞ്ഞു. ഇപ്പൊ എനിക്ക് ചിരി വരുന്നുണ്ട്. അച്ഛൻ ജെനിയെ നോക്കി. അവൾ ഇതൊന്നും അറിയാതെ എല്ലാവരോടും സംസാരിക്കുന്ന തിരക്കിലാണ്. ജെനി. സ്റ്റേജിൽ നിന്ന് മനു അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ അവൻ അവളെ സ്റ്റേജിലേക്ക് വിളിച്ചു. മോളൊരു പാട്ട് പാടാമോ? മനു അവളോട് ചോദിച്ചു. ആ, പാടാലോ. വിളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞ് അവൾ മൈക്ക് കയ്യിലെടുത്ത് അവിടെയുള്ള സ്റ്റൂളിലിരുന്നു. പതിഞ്ഞ മ്യൂസിക്കിലൂടെ അവളുടെ മനോഹരമായ ശബ്ദം അവിടെ ആകെ ഉയർന്നു കേട്ടു. അവളുടെ ശബ്ദത്തിൽ പാട്ട് അവിടെയാകെ അലയടിക്കുമ്പോൾ മനുവും ജാനി അവരുടേത് മാത്രമായ ലോകത്ത് കണ്ണുകൾ കൊണ്ട് പ്രണയം കൈമാറുകയായിരുന്നു. പാടിക്കൊണ്ടിരിക്കുമ്പോ അവളുടെ വെള്ളാരം കണ്ണുകൾ ഒരു വേള അവളെ തന്നെ നോക്കി നിൽക്കുന്ന അച്ചുവിൽ തങ്ങി നിന്നു. ഇളം പുഞ്ചിരിയോടെ അവനെ നോക്കി പാടുന്ന അവളെ കാണുന്തോറും അവന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. അവന്റെ കണ്ണുകളിൽ പോലും അവളോടുള്ള പ്രണയം മാത്രമായി. അവനും അവളും മാത്രമുള്ള ഒരു ലോകത്തേക്ക് അവളുടെ പാട്ട് അവനെ കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പാടി നിർത്തി അവളുടെ അടുത്തേക്ക് അവന്റെ കാലുകൾ യാന്ത്രികമായി ചലിച്ചു. അവിടെ നിൽക്കുന്നവരെ വകവെക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ സ്റ്റേജിലേക്ക് കയറി അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ജെനിയൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ ഞെട്ടൽ പുഞ്ചിരിയിലേക്ക് വഴിമാറി. അവളുടെ കൈകളും അവനെ വലയം ചെയ്തപ്പോ അവളെ കോരിയെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നോട്ടം അവഗണിച്ചുകൊണ്ട് അവൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങി. അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിൽ തല ചായച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. അവളെയും കൊണ്ട് അവൻ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലേക്ക് പോയി. അവളെ നിലത്തിറക്കി അവൻ ചുമലിലേക്ക് ചാരി നിന്നു. അപ്പോഴും അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. ജെനി. അവന്റെ നോട്ടം നേരിടാനാവാതെ മിഴികൾ താഴ്ത്തി നിൽക്കുന്ന അവളെ വളരെ ആർദ്രമായി അവൻ വിളിച്ചു. ഒരു വിറയലോടെ ജെനി മൂളി. ഇനി നോക്ക് ജെനി, നാണോണേ? അവളുടെ കാതനും കഴുത്തിനും ഇടയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചപ്പോ അവളൊന്ന് പിടഞ്ഞു. അവളുടെ പിടച്ചിൽ പോലും അവന്റെ ഉള്ളിലെ പ്രണയത്തിന് ചൂട് പിടിപ്പിക്കുന്നതായിരുന്നു. നാണത്തിന്റെ ചുവപ്പുരാശി പടർന്ന കവിളുകളുമായി അവനെ നോക്കാതെ നിൽക്കുന്ന അവന്റെ പെണ്ണിനെ കാണുന്തോറും അവന്റെ പ്രണയത്തിനും വികാരങ്ങൾക്കും മറ്റൊരു ഭാവം വന്നു തുടങ്ങിയിരുന്നു. എല്ലാവരുടെയും പുലിക്കുട്ടിയാണോ എന്റെ മുന്നിൽ പൂച്ചക്കുട്ടിയായി നിൽക്കുന്നത്? അവളുടെ താടിത്തുമ്പി പിടിച്ച് മുഖമുയർത്തി അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എല്ലാവരുടെയും പുലിക്കുട്ടിയാണെങ്കിലും എനിക്ക് എന്റെ അച്ചുവേട്ടന്റെ മാത്രം പൂച്ചക്കുട്ടിയായ മതി. അച്ചുവേട്ടന്റെ മാത്രം.
അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ തിളങ്ങുന്ന വെള്ളാരം കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന അവന്റെ പ്രതിബിംബത്തിലേക്ക് അവൻ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ കാണുന്ന അവളുടെ രൂപത്തിലേക്ക് അവന്